എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ സോങ് ആണെങ്കിൽ ജൂണിൻ്റെ ഫ്രണ്ടിനെ കണ്ട് സംസാരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ്. അവൾ അവിടെ പറയും, ഞാനാണെങ്കിൽ ജൂണിൻ്റെ ഡയറി വായിച്ചായിരുന്നു, അതിനകത്തുനിന്ന് എനിക്ക് മനസ്സിലായി അവനാണെങ്കിൽ ഈ ലോകത്തുനിന്ന് പോയില്ല എന്നുണ്ടെങ്കിൽ അവൻ മരിച്ചു പോവുകയെന്ന്. ഇത് സത്യമാണോ? ഇത് കേൾക്കുന്നേ നമ്മുടെ ജൂണിൻ്റെ ഫ്രണ്ട് പറയും, അതെ അത് സത്യം തന്നെയാണ്. യഥാർത്ഥത്തിൽ അവൻ നിന്നെ ഇപ്പോഴൊന്നും അല്ല സ്നേഹിക്കാൻ തുടങ്ങിയത്, മുന്നേ തൊട്ടേ അവന് നിന്നെ ഇഷ്ടമാണ്. അവൻ്റെ ഈ പ്രണയത്തിന് വേണ്ടി അവൻ കൊടുക്കേണ്ട വിലയും അവൻ്റെ ജീവൻ തന്നെയാണ് എന്നൊക്കെ നമ്മളുടെ ജൂണിൻ്റെ ഫ്രണ്ട് പറയും. ഇത് കേൾക്കുന്നേ നമ്മളുടെ സോങ്ങിന് ഭയങ്കര വിഷമമാവും. അവൾക്കിപ്പോൾ എന്ത് ചെയ്യണമെന്ന് തന്നെ അറിയത്തില്ല. ഇവിടെയായിട്ട് നമ്മളുടെ ജൂണിൻ്റെ ഫ്രണ്ട് പറയാൻ തുടങ്ങും, യഥാർത്ഥത്തിൽ അതിൻ്റെ സിംറ്റംസ് അവൻ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവന് പെട്ടെന്ന് പനി പിടിക്കുക, അതേപോലെ തന്നെ അവൻ്റെ പവേഴ്സ് യൂസ് ചെയ്യാൻ പറ്റാണ്ടിരിക്കുക, അങ്ങനെയുള്ള പല പല സിംറ്റംസും അവൻ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയും. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ സോങ് ഭയങ്കരമായിട്ട് അങ്ങ് ടെൻഷനാവും. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മുടെ ജൂണിനെ കാണാൻ വേണ്ടിയിട്ട് ജേക്കോങ് അവിടെ വരുന്നതാണ്. അവിടെയാണെങ്കിൽ അവൻ നല്ലതുപോലെ ഡ്രിങ്കും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജൂൺ അവൻ്റെ അടുത്ത് കാര്യം ചോദിക്കും. അപ്പം നമ്മുടെ ജേക്കോങ് പറയും, യഥാർത്ഥത്തിൽ എൻ്റെ ചേട്ടൻ തന്നെയാണ് എൻ്റെ ഏറ്റവും മൂത്ത ചേട്ടനെ കൊന്നത്. അതേപോലെ തന്നെ എൻ്റെ ചേട്ടനാണെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടീനെ കൊല്ലാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ഇതൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ പേരൻസ് ആയിരുന്നാലും എൻ്റെ മൂത്ത ചേട്ടനെ കൊന്നത് എൻ്റെ ചേട്ടനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ തകർന്നു പോകത്തില്ലേ? അതുകൊണ്ട് എനിക്ക് നിൻ്റെ ഹെൽപ്പ് വേണം എന്നൊക്കെ നമ്മുടെ ജൂണിൻ്റെ അടുത്ത് പറയും. ജൂൺ പറയും, ഉടനെ തന്നെ നിൻ്റെ ചേട്ടനെ നമുക്ക് പോലീസിൽ പിടിച്ചേൽപ്പിക്കാം, അതാകുമ്പോൾ പ്രശ്നമൊന്നും വരത്തില്ലല്ലോ. അങ്ങനെ ഇവർ രണ്ടുപേരും ഓരോന്ന് പ്ലാൻ ചെയ്യാൻ തുടങ്ങും. ഈ സീൻ ഇവിടെ വെച്ച് കട്ടാക്കും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മളുടെ ജൂൺ ആണെങ്കിൽ അവൻ്റെ വീട്ടിലായിട്ട് വരുന്നതാണ്. അവിടെയായിട്ട് സോങ് ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നു. അവൾ അവിടെ അവന് വേണ്ടിയിട്ട് ഒരു ലെറ്ററൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ വീട്ടിലോട്ട് പോകുക എന്നും പറഞ്ഞിട്ട്. അതേസമയം തന്നെ നമ്മുടെ ജൂണിൻ്റെ കയ്യിലായിട്ടൊരു റിങ്ങിൻ്റെ ബോക്സ് കാണും. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ സോങ്ങിനെയാണ്. അവളാണെങ്കിൽ വീട്ടിൽ വന്നിട്ട് പൈപ്പ് തുറന്നിട്ട് അവിടെ നിന്ന് ഒരുപാട് കരയാൻ തുടങ്ങും. നമുക്ക് സങ്കടം സഹിക്കാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞ് കാണിക്കുന്ന ജേക്കോങ്ങിൻ്റെ ചേട്ടനെയാണ്. അവനെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ജേക്കോങ് എത്തിയിട്ടുണ്ടായിരുന്നു. അതും അവൻ നല്ലതുപോലെ കുടിച്ചിട്ടുണ്ട്. ഇവിടെയായിട്ട് ജേക്കോങ്ങിൻ്റെ ചേട്ടനാണെങ്കിൽ പറയും, യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ എക്സ് വൈഫിനെ ഇത്രയും നാളും ജീവനോടെ വെച്ചത് തന്നെ ഞാൻ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരവാ എന്ന്. അതേസമയം തന്നെ നമ്മുടെ ജേക്കോങ്ങിൻ്റെ ചേട്ടൻ്റെ എക്സ് വൈഫിനെ കാണിക്കും. അവളാണെങ്കിൽ അവിടെ സിമി എടുത്ത് പറയും, നീയാണെങ്കിൽ ജേക്കോങ്ങിൻ്റെ അടുത്ത് പറയണം അവൻ്റെ ചേട്ടൻ്റെ അടുത്തൊന്നും മാറി നിൽക്കാൻ, കാര്യം അവൻ ഭയങ്കര ഡേഞ്ചറാണ്. അതേപോലെ തന്നെ സംഭവിക്കും. ജേക്കോങ്ങിൻ്റെ ചേട്ടനാണെങ്കിൽ ജേക്കോങ്ങിന് നേരെയായിട്ട് ഗണ്ണ് പോയിന്റ് ചെയ്തിട്ട് പറയും, നിന്നെ ഞാൻ ഇത്ര സ്നേഹത്തോടെയൊക്കെ ആക്കിയിട്ടും നീ എനിക്കെതിരെ തന്നെ തിരിഞ്ഞല്ലോ എന്നും പറഞ്ഞിട്ട് അവനെ കൊല്ലാൻ വേണ്ടിയിട്ട് നോക്കും. പെട്ടെന്ന് തന്നെ അവൻ്റെ കയ്യിൽ നിന്ന് ഗണ്ണങ്ങ് മാഞ്ഞു പോകും. ഇവിടെയായിട്ട് നമ്മുടെ ജൂൺ എത്തിയിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിൽ ആ ഗണ്ണ് പോയിന്റ് ചെയ്ത് നമ്മുടെ ജേക്കോങ്ങിൻ്റെ ചേട്ടനെ നേരെ പിടിക്കും. ഉടനെ തന്നെ അവിടെയായിട്ട് ജേക്കോങ്ങിൻ്റെ ചേട്ടൻ പറയും, നിനക്ക് എന്നെ കൊല്ലാൻ പറ്റത്തില്ല എന്ന്. എന്നാൽ നമ്മുടെ ജൂണാണെങ്കിൽ പറയും, എനിക്ക് കൊല്ലാൻ പറ്റത്തില്ലായിരിക്കും, പക്ഷേ എനിക്ക് നിന്നെ കൊണ്ട് വേറൊരു കാര്യം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നങ്ങ് അപ്രതീക്ഷിതമായി പോവും. നേരെ വരുന്നത് ഡിറ്റക്റ്റീവിൻ്റെ മുമ്പിലായിട്ടാണ്. ഇവിടെ ജേക്കോങ്ങിൻ്റെ ചേട്ടൻ പറയും, നിങ്ങളുടെ കയ്യിൽ തെളിവൊന്നും ഇല്ലാണ്ട് എന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന്. എന്നാൽ ഡിറ്റക്റ്റീവിൻ്റെയൊക്കെ കയ്യിലായിട്ട് ഒരുപാട് തെളിവുണ്ടായിരുന്നു. പോരാത്തിന് ജേക്കോങ്ങിനെ ഇപ്പോൾ കൊല്ലാൻ നോക്കിയ എൻ്റെ പ്രൂഫും CCTVയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിറ്റക്റ്റീവ് ആണെങ്കിൽ നമ്മുടെ ജേക്കോങ്ങിൻ്റെ ചേട്ടൻ്റെ അസിസ്റ്റൻറ്റിനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം അവനെതിരെയായിട്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് മീഡിയക്കാരും വരും. അത് കാണുന്നതും നമ്മുടെ ജേക്കോങ്ങിൻ്റെ ചേട്ടനാണെങ്കിൽ ജൂണിൻ്റെ അടുത്ത് പറയും, നീ എന്തായിരുന്നാലും അങ്ങനെ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുന്നേ വേണ്ട, ഞാൻ സോങ്ങിന് വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയായിട്ട് അവളുടെ കയ്യിൽ ഇപ്പോൾ ഒരു ഗിഫ്റ്റ് കിട്ടിക്കാണും, മിക്കവാറും അവളുടെ കാര്യം ഇപ്പോൾ കഴിയുമെന്ന് പറയും. പെട്ടെന്ന് തന്നെ നമ്മളുടെ ജേക്കോങ് ആണെങ്കിൽ സോങ്ങിനെ വിളിക്കാൻ നോക്കും. എന്നാൽ അവൾ കോൾ എടുക്കത്തില്ല. നമ്മുടെ ജൂൺ ആയിരുന്നാലും അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ പോകാൻ വേണ്ടിയിട്ട് നോക്കും. ഇവിടെയായിട്ട് ആൾക്കാരെല്ലാം കൂടി നിൽക്കുകയായിരുന്നില്ലേ. എന്നാൽ നമ്മുടെ ജൂൺ ആണെങ്കിൽ അതൊന്നും മൈൻഡ് ആകത്തില്ല. അവൻ അവിടെ നിന്ന് അപ്രതീക്ഷയായി പോകും. ഇതെല്ലാ ആൾക്കാരും കാണും. ഇവിടെയായിട്ട് ജേക്കോങ്ങിൻ്റെ ചേട്ടൻ പറയും, നീ ഇനി എത്ര പെട്ടെന്ന് ചെന്നാലും നിനക്ക് അവളെ രക്ഷിക്കാൻ പറ്റത്തില്ല എന്ന്. അവിടെയായിട്ട് ജേക്കോങ് ആയിരുന്നാലും അവൻ്റെ ചേട്ടൻ്റെ കോളറിൽ പിടിച്ചിട്ട് പറയും, സോങ്ങിന് വല്ലതും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ തന്നെയായിരിക്കും നിങ്ങളെ കൊല്ലാൻ പോകുന്നത് എന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മുടെ ജൂൺ ആണെങ്കിൽ വേഗം തന്നെ സോങ്ങിൻ്റെ അടുത്തായിട്ട് എത്തുന്നതാണ്. അവിടെ എത്തുന്നതും അവളാണെങ്കിൽ ഡ്രിങ്ക് കുടിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ആൾക്കാരെല്ലാം നമ്മുടെ ജൂണിനെ കണ്ട് ഷോക്കായി പോവും. എങ്കിലും ജൂൺ ആണെങ്കിൽ സോങ്ങിനെ വന്ന് കെട്ടിപ്പിടിക്കും. എന്നാൽ അവൾ വേഗം തന്നെ ബോധം കെട്ടി വീഴും. ഇത് കാണുന്ന ജൂണ് വേഗം തന്നെ അവളെ കൊണ്ട് ഹോസ്പിറ്റലായിട്ട് അപ്രതീക്ഷയായി അങ്ങ് പോവും. ഇതും എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ വരുന്നതും ഡോക്ടേഴ്സ് ആണെങ്കിൽ ഇവളെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് വരും. എന്നാൽ ആൾക്കാരെല്ലാം നമ്മുടെ ജൂണിനെ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ അടുത്ത് കൂടിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവനൊരു ഏലിയൻ ആണല്ലോ, ഇവന് സൂപ്പർ പവേഴ്സ് ഉണ്ടെന്നല്ല ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി. പെട്ടെന്ന് തന്നെ അവിടെ വെച്ചിട്ട് നമ്മളുടെ സോങ്ങിന് ബോധം വരും. അപ്പോൾ അവൾ പറയും, ഇവിടെയൊക്കെ ഭയങ്കര ആൾക്കാരാണ്, നമുക്ക് ഇവിടുന്ന് പോവാമെന്ന്. ആ സെക്കൻഡിൽ തന്നെ നമ്മുടെ ജൂൺ ആണെങ്കിൽ സോങ്ങിനെയും കൊണ്ട് അവിടെ നിന്ന് അപ്രതീക്ഷയായി പോകും. ഇതും ആൾക്കാരെല്ലാം കാണും. ജൂൺ ആണെങ്കിൽ സോങ്ങിനെയും കൊണ്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്താണ് വരുന്നത്. ഇത് കാണുന്നത് നമ്മുടെ സോങ് വയ്ക്കും, ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നത്, നിന്റെ ഗ്രഹത്തിൽ വല്ലതും ആണോ? അവിടെ നമ്മളുടെ ജൂൺ അതേ എന്ന് പറയും. അപ്പോൾ നമ്മുടെ സോങ് പറയും, ഇവിടെ ഞാൻ പറന്നൊന്നും പോകുന്നില്ലല്ലോ, എനിക്ക് ശ്വാസവും കിട്ടുന്നുണ്ട്, അതിൻ്റെ അർത്ഥം എനിക്കിവിടെ ജീവിക്കാൻ പറ്റുമെന്നല്ലേ. പെട്ടെന്ന് തന്നെ നമ്മളുടെ ജൂൺ അവിടെ പറയും, ഇല്ല നമ്മളിപ്പോഴും ഭൂമിയിൽ തന്നെയാ എന്ന്. ജൂൺ ആണെങ്കിൽ നമ്മുടെ സോങ്ങിനെ കൊണ്ടുവന്നിരിക്കുന്നതേ ഒരു സൂപ്പറായിട്ടുള്ള കടൽ തീരത്ത്
കടൽത്തീരത്തിൻ്റെ അടുത്തായിരുന്നു. ഇത് കാണുന്നേ നമ്മളുടെ സോങ് ആണെങ്കിൽ അവിടെ വിളിച്ച് കൂവി പറയും എനിക്കാണെങ്കിൽ ഒരാളെ ഇഷ്ടമാണ്, അവനൊരു ഏലിയനാണ് എന്ന്. അവിടെയാണെങ്കിൽ അവൾ നല്ല ഹാപ്പി ആയിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മളുടെ ജൂൺ ആണെങ്കിലും അവളെ അങ്ങ് കിസ് ചെയ്യും. നമ്മളുടെ സോങ് ആയിരുന്നാലും അവിടെ പറയും ഞാൻ നിൻ്റെ കൂടെ ഒരു മാസമേ സ്പെൻഡ് ചെയ്യുന്നുള്ളെങ്കിലും എനിക്കത് ഭയങ്കര പ്രഷ്യസ് ആണ്. നമ്മൾ ആദ്യം തൊട്ടേ കണ്ടപ്പോൾ ഉള്ള സമയമൊക്കെ ഞാൻ നല്ലതുപോലെ മിസ് ചെയ്യുന്നുണ്ട്, നമ്മൾ അടികൂടിയ സമയമൊക്കെ ഞാൻ മിസ് ചെയ്യുന്നെന്നൊക്കെ പറയും. ഇതൊക്കെ കേട്ടിട്ടാണ് നമ്മുടെ ജൂൺ അവൾക്ക് കിസ് കൊടുക്കുന്നത്. എന്നാൽ അടുത്ത സെക്കൻഡിൽ തന്നെ അവൻ്റെ അവസ്ഥ നല്ല മോശമാവാൻ തുടങ്ങും. പിന്നീട് കാണിക്കുന്ന ജൂണിൻ്റെ ഫ്രണ്ടിനെയാണ്. അവനാണെങ്കിൽ ടി വിയിൽ കാണും. അതായത് നമ്മളുടെ ജൂണിൻ്റെ വാർത്തയാണ് എല്ലായിടത്തും ഉള്ളത്. അവൻ്റെ സൂപ്പർ പവറും അവൻ ആരാണെന്നുള്ള ഐഡൻറ്റിറ്റിയും എല്ലാം ഇപ്പോൾ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുകയാണ്. ഇതൊക്കെ കാണുന്ന നമ്മുടെ ജൂണിൻ്റെ ഫ്രണ്ട് പറയും നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മളുടെ ജൂണും സോങ്ങും കൊണ്ടിരുന്ന് ഫുഡ് കഴിക്കുന്നതാണ്. അവിടെ നമ്മളുടെ ജൂണാണെങ്കിൽ നൂഡിൽസൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നേ നമ്മുടെ സോങ് അവൻ്റെ അടുത്ത് ചോദിക്കും അല്ല നിനക്ക് എത്ര കുട്ടികൾ വേണമെന്ന് ആഗ്രഹം. പെട്ടെന്ന് തന്നെ നമ്മളുടെ ജൂണിൻ്റെ തൊണ്ടയിലായിട്ട് ആ നൂഡിൽസ് അങ്ങ് കുരുങ്ങും. എന്നിട്ട് അവൻ പറയും എനിക്ക് 7 കുട്ടികൾ വേണമെന്ന് ആഗ്രഹമെന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ സോങ് പറയും അത് കുറച്ച് അധികമല്ലേ. അപ്പോൾ നമ്മളുടെ ജൂൺ പറയും പണ്ടത്തെ ആൾക്കാർക്കൊക്കെ 8 കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത് എന്ന്. ഇത് കേൾക്കുന്നേ സോങ് പറയും എങ്കിൽ പിന്നെ നമുക്ക് ഇതിനെപ്പറ്റി പിന്നീട് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവൾ ഫോൺ എടുത്തിട്ട് ഇവൻ്റെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങും. അത് കഴിഞ്ഞ് കാണിക്കുന്ന ജയ്ക്കോങ്ങിൻ്റെ ചേട്ടനാണെങ്കിൽ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നതാണ്. അതേസമയം തന്നെ നമ്മുടെ ജയ്ക്കോങ് അവൻ്റെ അച്ഛൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാൻ തുടങ്ങും. അവിടെയായിട്ട് അവൻ നടന്ന കാര്യങ്ങളൊക്കെ പറയും. അവൻ്റെ ചേട്ടൻ എന്തൊക്കെയാണ് കാണിച്ചത്, അവൻ്റെ ചേട്ടൻ അവൻ്റെ മൂത്ത ചേട്ടനെ കൊന്ന കാര്യമൊക്കെ. ഇതൊക്കെ അറിയുന്നതും ഇവൻ്റെ അച്ഛനാണെങ്കിൽ ഭയങ്കരമായിട്ടങ്ങ് ഞെട്ടിപ്പോവും. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ജൂണും സോങ്ങും കൂടി ഒരു കടൽ തീരത്തിൻ്റെ അതിൽ കൂടി രാത്രി സമയത്ത് നടക്കുന്നതാണ്. ഇവിടെ ഇവർ രണ്ടുപേരും ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കും. ഇവിടെ വെച്ചിട്ട് നമ്മളുടെ ജൂണാണെങ്കിൽ സോങ്ങിനെ പ്രപ്പോസ് ചെയ്യും. അതും അവൻ്റെ കയ്യിലുള്ള റിങ് കൊടുത്തിട്ട്. പെട്ടെന്ന് തന്നെ നമ്മളുടെ സോങ് ആണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് ആ റിങ് ഇടും. അവൾ പറയും ഇതേപോലൊരു പ്രപ്പോസൽ തന്നെയാണ് ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടിരുന്നത് എന്ന്. എന്നാൽ അവൾ പെട്ടെന്ന് തന്നെ അവൻ്റെ അടുത്ത് പറയും എന്തൊക്കെയായിരുന്നാലും നമ്മൾ ഈ ഡ്രീമിൽ നിന്ന് എഴുന്നേക്കാനുള്ള സമയമായി. എനിക്ക് നല്ലതുപോലെ അറിയാം നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മരിച്ചു പോകുമോ എന്ന്. എനിക്കൊരിക്കലും ആഗ്രഹമില്ല നിൻ്റെ ജീവൻ അപകടത്തിലാക്കിയിട്ട് എനിക്ക് സന്തോഷം കിട്ടണോ എന്ന്. എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഒരുപാടുണ്ട്. എപ്പോഴും ഇവിടെ വന്ന് മീറ്റ് ചെയ്യണം, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സെലിബ്രേറ്റ് ചെയ്യണം. പക്ഷേ അതൊന്നും നിൻ്റെ ജീവനെക്കാട്ടിയും വലുതല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടുപേരും ഈ ഒരു സത്യം അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയും. ഇതൊക്കെ കേൾക്കുന്നതും നമ്മളുടെ ജൂണും ഒന്ന് ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അവനവിടെ പറയും ഞാൻ നിന്നെ വിട്ടിട്ട് എവിടേക്കും പോകത്തില്ല എന്ന്. എന്നാൽ നമ്മളുടെ സോങ് പറയും അങ്ങനെ ഒരിക്കലും പാടില്ല. നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിന്റെ ജീവൻ അപകടത്തിലാവും. നിന്റെ ജീവൻ അപകടത്തിലാക്കിയിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റുമോ നിനക്ക് തോന്നുന്നുണ്ടോ? ഒന്നുമില്ലെങ്കിലും നീ നിന്റെ പ്ലാനറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് സമാധാനമെങ്കിലും കാണും. നീ ജീവനോടെ ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ട് നീ വല്ലപ്പോഴും എന്നെ കാണാൻ വേണ്ടി ഇവിടോട്ട് വന്നാൽ മാത്രം മതി, എനിക്കത് മാത്രം മതി എന്നും പറഞ്ഞിട്ട് നമ്മളുടെ സോങ് അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും. അത് കഴിഞ്ഞ് കാണിക്കുന്നേ ന്യൂസിലെല്ലാം കുറേ ആൾക്കാർ വന്നിട്ട് നമ്മളുടെ ജൂണിനെ പറ്റി സംസാരിക്കുന്നതാണ്. എല്ലാവരും മോശമൊന്നും അല്ല പറയുന്നത്, അവൻ നല്ലൊരാളാണ്, ആർക്കും ഒരു അപകടം ഉണ്ടാക്കിയിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ ഡിറ്റക്റ്റീവുമാരും കാണും. അവർക്കും മനസ്സിലാവും നമ്മുടെ ജൂൺ എങ്ങനെയുള്ള ഒരാളാ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന സോങ്ങും ജൂണും കൂടി കട്ടിൽ കിടക്കുന്നതാണ്. അവിടെ സോങ് പറയും നീ പോയി കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കും നിന്നെ എനിക്ക് സഹിക്കാൻ വയ്യാഞ്ഞ് ഞാൻ ബ്രേക്കപ്പ് പറഞ്ഞതാ എന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ വേണമെങ്കിൽ ജേക്കോങ്ങിൻ്റെ കൂടെ ബാക്കിയുള്ള കാലം ജീവിച്ചോളാം. ഇങ്ങനെയൊക്കെ അവർ പറഞ്ഞ് സംസാരിക്കും. അതേസമയം തന്നെ നമ്മളുടെ സോങ്ങിൻ്റെ ഫ്രണ്ടിനെ കാണിക്കും. അവൾക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. അവളും ഇതെല്ലാം കണ്ടിട്ട് ഇങ്ങനെ വിചാരിക്കും എനിക്കും അവനെ ഒരുപാട് ഇഷ്ടമാണ്, പക്ഷേ എൻ്റെ ഫ്രണ്ടിനും അവനെ ഇഷ്ടമാണല്ലോ എന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മളുടെ ജൂണിൻ്റെ ഫ്രണ്ടിനെയാണ്. അവനെയാണെങ്കിൽ ഡിറ്റക്റ്റീവുമാർ പിടിച്ചെടുത്തിട്ട് ചോദിക്കും ജൂൺ സോങ്ങിനെ കൊണ്ട് എവിടോട്ടാ പോയതാ, അവനവളെ കിഡ്നാപ്പ് ചെയ്യുകയാണോ ചെയ്തേ എന്ന്. എന്നാൽ നമ്മളുടെ ജൂണിൻ്റെ ഫ്രണ്ട് പറയും അങ്ങനെയൊന്നുമില്ല, അവരെവിടെ ഹണിമൂൺ ട്രിപ്പിന് പോയിരിക്കുക എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ജേക്കോങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് സിമി വരുന്നതാണ്. എന്നാൽ ജേക്കോങ് ആണെങ്കിൽ അവളെ നല്ലതുപോലെ അവോയ്ഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ പറയും എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, നീ എനിക്ക് വേണ്ടിയിട്ട് ഇത്ര കെയർ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന്. എന്നാൽ സിമി ആണെങ്കിൽ അവൻ്റെ അടുത്ത് ചോദിക്കും നീ എന്തിനാ എന്നെ ഇത്ര അവോയ്ഡ് ചെയ്യുന്നതെന്ന്. എന്നാൽ അവൻ അതിന് റിപ്ലൈ ഒന്നും കൊടുക്കത്തില്ല. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മളുടെ ജൂണും സോങ്ങും കൂടി അവരുടെ അപ്പാർട്ട്മെൻറ്റിന് താഴെയായിട്ട് വരുന്നേ. അവിടെ ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് കാണുന്ന നമ്മളുടെ സോങ് ആണെങ്കിൽ ജൂണിൻ്റെ അടുത്ത് പറയും ഞാൻ ആദ്യമേ പോവാം, നീ പേടിക്കേണ്ട ആവശ്യമില്ല, ഞാനത് ഹാൻഡിൽ ചെയ്തോളാം എന്ന്. അങ്ങനെ അവളാണെങ്കിൽ മീഡിയക്കാരുടെ മുമ്പിലായിട്ട് വന്നെന്ന് സംസാരിക്കും. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് ജൂണും വരും. ഇവനെ കാണുന്നത് ഒരു പോലീസ് ഓഫീസർ വന്നിട്ട് പറയും ജൂൺ നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്, നിങ്ങൾ ഞങ്ങളുടെ കൂടെ വന്നേ പറ്റത്തുള്ളൂ എന്ന്. അങ്ങനെ നമ്മുടെ സോങ്ങും അവൻ്റെ കൂടെ ആയിട്ട് വരും. അവിടെയായിട്ട് ആ പോലീസ് ഓഫീസറിനെ നമ്മളുടെ ജൂണിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അകത്തോട്ട് വിളിച്ചുകൊണ്ട് പോകാൻ നോക്കും. എന്നാൽ നമ്മുടെ സോങ് അതിന് സമ്മതിക്കത്തില്ല. എങ്കിലും നമ്മുടെ ജൂൺ പറയും കുഴപ്പമില്ല, ഞാൻ പോയി സംസാരിച്ചിട്ട് വരാമെന്ന്. അവിടെയായിട്ട് ഓഫീസർ ചോദിക്കും നീ എങ്ങനെയാണ് ഇങ്ങനെ കൂടെ കൂടെ അപ്രതീക്ഷനാവുന്നേ എന്ന്. അപ്പോൾ അവൻ ചോദിക്കും ഇതിൻ്റെ പേരിലാണോ നിങ്ങൾ എൻ്റെ പേരിൽ കേസ് എടുത്തിരിക്കുന്നത്? അപ്പോൾ അയാൾ പറയും അതൊന്നുമല്ല, നിങ്ങൾ ആരെയും ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്ന്. അതേസമയം തന്നെ അവിടെയായിട്ട് നമ്മളുടെ യൂറയുടെ കേസൊക്കെ അന്വേഷിക്കുന്ന ഡിറ്റക്റ്റീവില്ലേ അയാൾ വരും. എന്നിട്ട് അയാൾ വന്നിട്ട് നമ്മുടെ ആ പുതിയ ഡിറ്റക്റ്റീവിൻ്റെ അടുത്ത് പറയും ഞാൻ ഇവൻ്റെ കാര്യം നോക്കിക്കോളാം, ഞങ്ങളാണ് ഇവൻ്റെ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. അവിടെയായിട്ട് നമ്മുടെ ഈ ഡിറ്റക്റ്റീവ് പറയുന്നുണ്ട് സോങ്
സോങ്ങിനെ നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ കടത്തിക്കൊണ്ട് പോയതാണ് ഇപ്പം ഞങ്ങൾ കേസ് എടുക്കാനുള്ള റീസൺ. ഒരുപക്ഷെ നിങ്ങൾ അവളെ രക്ഷിക്കാൻ നോക്കിയതായിരിക്കും, ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. എങ്കിലും ഇതിൻ്റെ പേരിൽ നിങ്ങൾ ഇവിടം വരെ വന്നേ പറ്റത്തുള്ളൂ എന്ന്. അങ്ങനെ അവസാനം കേസൊക്കെ ഒരുവിധം ഒന്ന് പറഞ്ഞു ഒതുക്കിയതിന് ശേഷം ജൂണും സോങ്ങും അവിടെ നിന്ന് നടന്നങ്ങ് പോവും. അത് കഴിഞ്ഞ് കാണിക്കുന്നേ നമ്മളുടെ സോങ്ങിൻ്റെ അമ്മേനെയാണ്. അവരെ ആരൊക്കെയോ വിളിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവർ പറയും സോങ് ഇവിടെ വന്നിട്ടില്ല, ഇവിടുത്തെ സെക്യൂരിറ്റി ഒക്കെ ഭയങ്കര സ്ട്രോങ് ആണ് എന്ന്. അതങ്ങോട്ട് പറഞ്ഞു തിരിയുന്നതും നമ്മളുടെ ജൂണും സോങ്ങും അവിടെയായിട്ട് പെട്ടെന്ന് വന്ന് നിൽക്കും. ഇത് കാണുന്നേ നമ്മുടെ സോങ്ങിൻ്റെ അമ്മ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവർ നമ്മളുടെ ജൂണിനെ കുറേ എടുത്തിട്ട് അടിക്കാൻ തുടങ്ങും. അത് കാണുന്നേ നമ്മളുടെ സോങ് അവളുടെ അമ്മയെ വിളിച്ചുകൊണ്ട് വന്നിട്ട് പറയും, എനിക്ക് ഈ ലോകത്തിൽ ജൂണിനെ മാത്രമാണ് ഇഷ്ടം, ഞാൻ എൻ്റെ ഇഷ്ടം ഇനി മാറ്റാനൊന്നും പോകുന്നില്ല, അവൻ നല്ല വിശന്നിരിക്കുകയാണ്, അവന് നമുക്ക് ഫുഡ് കൊടുക്കണോ എന്ന്. അത് കഴിഞ്ഞിട്ട് ഇവളുടെ ഫാമിലി മൊത്തത്തിൽ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് കാണിക്കും. ഇവിടെയായിട്ട് നമ്മളുടെ സോങ്ങിൻ്റെ അച്ഛനും ഉണ്ടായിരുന്നു. ഇതൊക്കെ കാണുന്നേ നമ്മളുടെ ജൂണിന് ഭയങ്കര സന്തോഷമാവും. കാര്യം അവൻ ആദ്യമായിട്ടാണ് ഒരു ഫാമിലിയുടെ കൂടെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അവന് നല്ലതുപോലെ ഇഷ്ടപ്പെടും നമ്മളുടെ സോങ്ങിൻ്റെ കൂടെ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ആലോചിച്ചിട്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്നേ അടുത്ത ദിവസമാണെങ്കിൽ നമ്മളുടെ ജൂണും സോങ്ങും കൂടി ഇങ്ങനെ നടന്നു വരുന്നത്. അവിടെയായിട്ട് നമ്മുടെ സോങ് ഷൂട്ടിങ്ങിന് പോകാൻ വേണ്ടി ഇറങ്ങുമായിരുന്നു. അപ്പോൾ നമ്മുടെ ജൂൺ ചോദിക്കും, ഞാനെന്താ നിൻ്റെ കൂടെ വന്നാലേ എന്ന്. അപ്പോൾ നമ്മുടെ സോങ് പറയും, നിന്നെ ഇപ്പോൾ എല്ലാവരും അറിഞ്ഞില്ലേ, നീ വന്നു കഴിഞ്ഞാൽ നിനക്കാണ് പ്രശ്നം കൂടാൻ പോകുന്നത്, അതുകൊണ്ട് നീ ഇവിടെ ഇരുന്നാൽ മതി. അവിടെയായിട്ട് നമ്മുടെ ജേക്കോങ് ഇവിടെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. ജേക്കോങ് ആണെങ്കിൽ ഇവിടുത്തെ സോറിയൊക്കെ പറയും, ജേക്കോങ്ങിൻ്റെ ചേട്ടനെ കാരണം. അപ്പോൾ നമ്മളുടെ സോങ് പറയും, എന്നെ ഇത് വലുതായിട്ട് ബാധിച്ചിട്ടൊന്നുമില്ല, എനിക്കത് പ്രശ്നവും ഇല്ല, എന്നെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന വേറെ വലിയൊരു പ്രശ്നമുണ്ട്, അതിൻ്റെ പുറകെയാണ് ഞാൻ, അതിൽ നിന്ന് ഡീവിയേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഷൂട്ടിങ്ങിന് വന്നിരിക്കുന്നത് എന്ന്. അതേസമയം തന്നെ നമ്മളുടെ ജൂണിനെ കാണിക്കും. അവൻ്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവൻ ഭയങ്കര ടയേർഡായി അവൻ്റെ ബെഡിലായിട്ട് വന്നങ്ങ് കിടക്കും. അതേസമയം തന്നെ നമ്മളുടെ സോങ് ആയിരുന്നാലും അവനെ കാണാൻ വേണ്ടിയിട്ട് അവൻ്റെ വീട്ടിലായിട്ട് വരും. വന്ന് നോക്കുമ്പോൾ അവിടെ അവൻ വെച്ചിട്ടുള്ള മരവും എല്ലാം ഉണങ്ങി പോകുന്നത് കാണും. അതേപോലെ തന്നെ നമ്മളുടെ ജൂണും എഴുന്നേൽക്കുന്നുണ്ടായിരുന്നില്ല. അവൻ ഭയങ്കര വലിയൊരു ഉറക്കത്തിലായിരുന്നു. ഇത് കാണുന്നത് നമ്മളുടെ സോങ് പേടിച്ചു പോയിട്ട് അവൻ്റെ നെഞ്ചത്തായിട്ട് തല വെച്ച് ഭയങ്കരമായിട്ട് കിടന്ന് കരയാൻ തുടങ്ങും. എന്നിട്ട് അവൾ ചോദിക്കും, നമുക്ക് രണ്ടുപേർക്കും ഇനി സ്പെൻഡ് ചെയ്യാൻ എത്ര ദിവസമാണ് ബാക്കിയുള്ളത് എന്ന്. അവിടെയായിട്ട് ജൂൺ പറയും, ഇനി ഏകദേശം ഒരാഴ്ച മാത്രമേ ഉള്ളൂ. അവൾ പറയും, ഇത് നമുക്ക് നല്ലതുപോലെ യൂസ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് അവൾ അവൻ്റെ കൂടെ നല്ലതുപോലെ ടൈം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങും. രണ്ടുപേരോട് ഒരുമിച്ച് TV കാണുകയും അതേപോലെ തന്നെ ഓരോരോ ഗെയിംസ് കളിക്കുകയും അങ്ങനെ ഓരോന്നോരോന്ന് ചെയ്യാൻ തുടങ്ങും. ഓരോ ഗെയിം കളിക്കുമ്പോഴും നമ്മുടെ ജൂൺ തന്നെയാണ് അവിടെ ജയിക്കുന്നത്. ഇതൊക്കെ കാണുന്നത് സോങ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആയിട്ട് അവനെ പിടിച്ച് കിസ് ചെയ്യുകയൊക്കെ ചെയ്യും. അത് കഴിഞ്ഞ് കാണിക്കുന്ന ഇവനാണെങ്കിൽ ലൈബ്രറി നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളുടെ സോങ് ആണെങ്കിൽ അവനെ വിളിച്ചിട്ട് വേഗം വാ എന്ന് പറയുന്നതാ. അവനങ്ങനെ അവൻ്റെ പവർ യൂസ് ചെയ്യുന്നേ അവൻ വീണ്ടും അവിടെയുള്ള ഒരു റോഡിൻ്റെ നടുക്കായിട്ട് വന്ന് നിൽക്കും. അവൻ ചെരുപ്പ് പോലും ഇട്ടിട്ടില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ ജൂണിൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ അവിടേക്ക് ഓടി വരും. എന്നിട്ട് അവനുള്ള ജാക്കറ്റും ഷൂവും എല്ലാം ഇട്ട് കൊടുക്കും. അവിടെയായിട്ട് ജൂൺ ചോദിക്കും, ഈ സ്ഥലം നിനക്ക് ഓർമ്മയുണ്ടോ എന്ന്. ആക്ച്വലി ഇവർ രണ്ടുപേരും ഫസ്റ്റ് മീറ്റ് ചെയ്ത സ്ഥലമാണിത്. ഇവിടെയായിട്ട് ജൂണിൻ്റെ ഫ്രണ്ട് നല്ല ഇമോഷണലായിട്ട് പറയും, ഞാൻ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യും, ഞാൻ നിങ്ങളെ ഒരിക്കലും മറക്കില്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ ജൂണിൻ്റെ മടിയിലായിട്ട് തല വെച്ച് ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങും. ജൂണും നല്ല ഇമോഷണലാവും. അത് കഴിഞ്ഞ് കാണിക്കുന്ന സോങ് ആണെങ്കിൽ ജൂണിന് വേണ്ടിയിട്ട് ഒരു സർപ്രൈസ് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അവന് വേണ്ടിയിട്ട് ഒരുപാട് മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ട് അവനെ അവളുടെ വീട്ടിലായിട്ട് കൊണ്ടുവന്ന് അവൻ്റെ അടുത്ത് അവൾ പ്രപ്പോസൽ വെക്കും. എന്നിട്ട് പറയും, നീ എന്നെ കല്യാണം കഴിക്കണം, നിൻ്റെ പേര് എൻ്റെ കൂടെ എപ്പോഴും വേണം എന്ന്. നീ ഒരു പക്ഷേ വേറൊരു ഗാലക്സിയിലോട്ട് പോയാലും നീ എന്നെ ഒരിക്കലും മറക്കാൻ പാടില്ല. അവിടെ വല്ല പെമ്പിള്ളാരെ നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ വന്ന് നിന്നെ അടിച്ച് ശരിയാക്കും എന്നൊക്കെ പറയും. ഇവിടെയായിട്ട് നമ്മുടെ ജൂണും പറയും, ഞാൻ നിന്നെ ഒരിക്കലും മറക്കത്തില്ല എന്ന്. നമ്മുടെ സോങ്ങും ഭയങ്കര ഇമോഷണലാവും. അവളാണെങ്കിൽ അവൻ്റെ മടിയിലായിട്ട് തല വെച്ചിട്ട് നല്ല ഇമോഷണലായിട്ട് സംസാരിക്കാൻ തുടങ്ങും. നമ്മളുടെ ജൂണിന് നല്ല മിസ്സിങ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കാണിക്കുന്ന രണ്ടുപേരോട് കിടന്ന് ഉറങ്ങുന്നതാണ്. ഇവിടെ നമ്മളുടെ സോങ് ആണെങ്കിൽ നല്ലതുപോലെ ഉറങ്ങിപ്പോവും. എന്നാൽ ജൂണിനാണെങ്കിൽ ഉറക്കം വരുന്നേ ഉണ്ടായിരുന്നില്ല. നമ്മുടെ ജൂണാണെങ്കിൽ സോങ്ങിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്ത സമയമൊക്കെയാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ട് കിടക്കുന്നത്. പിന്നീട് കാണിക്കുന്ന ന്യൂസിലായിട്ട് കാണിക്കുന്നതാണ് വലിയൊരു കോസ്മിക് സ്റ്റാർ നമ്മൾ എർത്തിനെ നോക്കി ഭയങ്കര വേഗത്തിൽ വരുന്നുണ്ട് എന്ന്. ഇതെല്ലാം നമ്മളുടെ സോങ്ങും ജൂണും ബാൽക്കണിയിൽ നിന്ന് നോക്കി കണ്ടുകൊണ്ടിരിക്കും. നമ്മുടെ സോങ് ആയിരുന്നാലും പറയും, ഇങ്ങനെയുള്ള നക്ഷത്രത്തെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴും തന്നെ നമ്മളുടെ വിഷ് പറയണമെന്ന് ആൾക്കാർ പറയുന്നേ എന്ന്. അവളവിടെ അങ്ങനെ വിഷ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് തന്നെ ഭയങ്കര വെളിച്ചമുള്ള ഒരു UFO പോലത്തെ സംഭവം അതിലെ ഇങ്ങനെ പാസ് ചെയ്തു പോകും. ആൾക്കാരെല്ലാം ഭയങ്കര ഷോക്കായിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അത് നമ്മളുടെ ജൂണിൻ്റെ UFO തന്നെയാണ് വന്നിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ ഒരു ഫീലിംഗ് നമ്മളുടെ ജൂണിനും ഉണ്ടാവും. അവന് മനസ്സിലാവും അവനെ കൊണ്ടുപോകാനാണ് ആൾക്കാർ വന്നിരിക്കുന്നതെന്ന്. പെട്ടെന്ന് തന്നെ അവൻ്റെ ബോഡിയൊക്കെ ഭയങ്കരമായിട്ട് ഇൻവിസിബിൾ ആവാൻ തുടങ്ങും. നമ്മുടെ ജൂണായിരുന്നാലും സോങ്ങിനെ ഒന്ന് തൊടാൻ വേണ്ടിയിട്ട് നോക്കും. എന്നാൽ അവനെ കൊണ്ട് അതിന് സാധിക്കത്തില്ല.
പെട്ടെന്ന് തന്നെ നമ്മളുടെ ജൂൺ ആണെങ്കിൽ സോങ്ങിൻ്റെ അടുത്ത് പറയാൻ തുടങ്ങും, ഞാനിവിടെ ഇല്ല എന്ന് വെച്ചിട്ട് നീ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, രാത്രി നീ ആകാശത്ത് നോക്കി സംസാരിക്കുകയൊന്നും ചെയ്യരുത്, കാര്യം അവർ നിനക്ക് റിപ്ലൈ ഒന്നും തരത്തില്ല, നീ നിന്റെ പേരൻസിൻ്റെ കൂടെ നല്ലതുപോലെ ടൈം സ്പെൻഡ് ചെയ്യണം, അതേപോലെ തന്നെ അനാവശ്യമായിട്ട് ദേഷ്യപ്പെടാനും പോവരുത്, ഞാൻ എപ്പോഴും നിന്നെ മുകളിൽ നിന്ന് നോക്കി കാണുന്നുണ്ടായിരിക്കും, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, ഐ ലവ് യു സോ മച്ച്. ഇതത്രയും പറഞ്ഞിട്ട് നമ്മളുടെ ജൂൺ ആണെങ്കിൽ അവിടെ നിന്ന് നല്ലതുപോലെ കരയാൻ തുടങ്ങും. സോങ് ആയിരുന്നാലും അവിടെ അവളുടെ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നില്ലേ, പെട്ടെന്ന് തന്നെ അവൻ അവിടെ നിന്ന് മാഞ്ഞങ്ങ് പോവും. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ സോങ് ആണെങ്കിൽ പറയും, നീ എന്തിനാ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നേ, ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല, എന്നെ എന്തിനാ വിഷമിപ്പിക്കുന്നേ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, ഞാൻ നിന്നെ ഒരിക്കലും മറക്കത്തില്ല എന്നും പറഞ്ഞിട്ട് അവളിങ്ങനെ അവൻ്റെ റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. അവൾ ചോദിക്കും, നീ എന്താ മിണ്ടാത്തേന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ജൂണിനെ അവിടെ കാണത്തേ ഇല്ല. ഇത് കാണുന്നേ നമ്മളുടെ സോങ് ഭയങ്കരമായിട്ട് പൊട്ടിക്കരയും. അവൾ ചോദിക്കും, നീ എൻ്റെ അടുത്ത് നിനക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു, എന്നാൽ എനിക്ക് നിന്നോട് പറയാനുള്ളതൊന്നും കേൾക്കാനുള്ള മനസ്സ് നീ കാണിച്ചില്ലല്ലോ. യഥാർത്ഥത്തിൽ നമ്മളുടെ ജൂണ് പോകുന്നതിന് മുന്നേ ആയിട്ട് അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനാണെങ്കിൽ മാക്സിമം തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നോക്കാം, അഥവാ വന്നില്ലെങ്കിലും നീ വിഷമിക്കരുത് എന്നൊക്കെ. ഇതൊക്കെ ആലോചിച്ച് നമ്മളുടെ സോങ് ഭയങ്കരമായിട്ട് സങ്കടപ്പെടാൻ തുടങ്ങും. അതേസമയം തന്നെ നമ്മുടെ ജൂണിനെ കാണിക്കും, അവനാണെങ്കിൽ ഒരു സ്ഥലത്തായിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു, അവൻ്റെ ശരീരമാണെങ്കിൽ ഇങ്ങനെ മാഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അതായത് അവൻ ഈ ഭൂമിയിൽ നിന്ന് അവൻ്റെ വേൾഡിലോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്ന അടുത്ത ദിവസമാണ്. അവിടെയാണെങ്കിൽ ഡയറക്ടേഴ്സ് നമ്മളുടെ സോങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് അവളുടെ വീടിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നു, അതും കുറേ സാധനങ്ങളൊക്കെ ആയിട്ട്. എന്നാൽ ഇവിടെയാണെങ്കിൽ നമ്മളുടെ സോങ്ങിൻ്റെ അമ്മ പറയും, എനിക്കിപ്പോൾ ഇതിൻ്റെ കൂടെ ഒന്നും താല്പര്യമില്ല, ഞാനിപ്പോൾ എൻ്റെ മോളെ പറ്റി മാത്രമാണ് ആലോചിക്കുന്നത്, അവളാണെങ്കിൽ ജൂൺ പോയതിന് ശേഷം പുറത്തോട്ട് ഇറങ്ങിയിട്ടേ ഇല്ല, അവൾ അവൻ്റെ വീട്ടിൽ തന്നെ നിൽക്കുന്നേ എന്ന്. നമ്മുടെ സോങ് ഭയങ്കരമായിട്ട് മെൻ്റലി തളർന്നു പോയിട്ടുണ്ടായിരുന്നു. അവളാണെങ്കിൽ നമ്മുടെ ജൂണിൻ്റെ വീട്ടിലായിട്ട് അവൻ യൂസ് ചെയ്യുന്ന കപ്പ് എടുക്കും. പെട്ടെന്ന് തന്നെ അവനാണെങ്കിൽ അവിടെ ഇല്യൂഷൻ പോലെ വന്നിട്ട് അവളുടെ കയ്യിൽ നിന്ന് ആ കപ്പ് തട്ടിപ്പറിക്കും. എന്നിട്ട് അവൻ പറയും, എൻ്റെ കപ്പിനകത്ത് ഞാൻ മാത്രം കുടിക്കുന്നതാണ് എനിക്കിഷ്ടമെന്നും പറഞ്ഞിട്ട് അവനവിടെ സംസാരിക്കാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ നമ്മളുടെ സോങ് ആണെങ്കിൽ റിയാലിറ്റിയിലോട്ട് വന്നിട്ട് അവൾ നോക്കുമ്പോൾ ആ കപ്പിൽ വെള്ളം പോലും ഉണ്ടായിരുന്നില്ല. അവൾക്കതെല്ലാം തോന്നുന്നത് മാത്രമായിരുന്നു. അവൾ അവനെ നല്ലതുപോലെ മിസ് ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കോർട്ടിലായിട്ടാണ്. അവിടെ ജീക്യോങ്ങിൻ്റെ ചേട്ടൻ്റെ കേസ് നടക്കുകയാണ്. എല്ലാ തെളിവും അവനെതിരായിരുന്നു. അവനാണെങ്കിൽ അവൻ്റെ എക്സ് വൈഫിനെ ടോർച്ചർ ചെയ്തതും അവൻ്റെ ചേട്ടനെ കൊന്നതും അതേപോലെ തന്നെ നമ്മളുടെ യൂറനെ കൊന്നതും ഇതിൻ്റെ എല്ലാ പ്രൂഫും അവിടെയായിട്ട് കോർട്ടിൻ്റെ മുമ്പിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജേക്യോങ്ങിൻ്റെ ചേട്ടൻ്റെ വക്കീലിന് പോലും എന്ത് പറയണോ എന്നറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ജേക്യോങ്ങിൻ്റെ ചേട്ടനെ കാണാൻ വേണ്ടിയിട്ട് അവൻ്റെ അച്ഛൻ വരുന്നതാണ്. അപ്പോൾ ജേക്യോങ്ങിൻ്റെ ചേട്ടൻ ചോദിക്കും, എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ രക്ഷിക്കാഞ്ഞത് എന്ന്. അപ്പോൾ അയാൾ പറയും, എനിക്ക് എല്ലാ സത്യവും അറിയാം, എന്തായിരുന്നാലും നീ നിന്റെ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ, നീ അതിന് അർഹനാണ്, അത് നീ അനുഭവിക്കാനുള്ള ബാധ്യസ്ഥനുമാണ് എന്ന് പറയും. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മളുടെ സോങ്ങിനെയാണ്. അവളാണെങ്കിൽ ജൂണിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തു വെച്ച് നോക്കി നല്ലതുപോലെ മിസ് ചെയ്തിരിക്കുമായിരുന്നു. അതേസമയം തന്നെ അവിടെയായിട്ട് നമ്മുടെ ജേക്യോങ് വരും. അവനാണെങ്കിൽ ഇവക്ക് കുറേ ഫ്രൂട്ട്സും അതേപോലെ ഇവളുടെ ഫേവറേറ്റ് സ്നാക്കും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അവിടെയായിട്ട് അവൻ ചോദിക്കും, എന്നാലും ആ ജൂൺ നിന്നെ കളഞ്ഞിട്ട് എവിടോട്ടാണ് പോയിരിക്കുന്നേ എന്ന്. അപ്പോൾ നമ്മുടെ സോങ് പറയാൻ തുടങ്ങും, അവനാണെങ്കിൽ എനിക്ക് വേണ്ടി ചെയ്തതൊന്നും അത്ര നിസ്സാര കാര്യമൊന്നുമില്ല, അവനെ കാരണമാണ് ഞാൻ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത് തന്നെ, എനിക്ക് ഉറപ്പാണ് അവൻ എന്നെ കാണാൻ വേണ്ടിയിട്ട് ഒരു ദിവസം വരൂ എന്ന്. അപ്പോൾ നമ്മുടെ ജേക്യോങ് ആണെങ്കിൽ പറയും, അവൻ 2 ദിവസം മുന്നേ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു, അവൻ എന്നോട് പറഞ്ഞു ഞാൻ നല്ലൊരാളാണ്, ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കണോ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ സോങ് ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആവും. അതേപോലെ തന്നെ അവൻ്റെ വീട്ടിലായിട്ട് അവൻ്റെ വലിയൊരു മരമുണ്ട്, അതിൻ്റെ താഴെയായിട്ട് ചെടികളൊക്കെ ഇങ്ങനെ നല്ലതുപോലെ വളർന്ന് നിൽക്കുമായിരുന്നു. ഇത് കാണുന്നേ അവൾ പറയും, ജൂൺ അവൻ്റെ പ്ലാനറ്റിൽ ഇപ്പോൾ സേഫായിട്ടാണ് ഇരിക്കുന്നത് എന്ന്. അത് കഴിഞ്ഞ് അവളുടെ വീട്ടിൽ വരുമ്പോൾ അവിടെയായിട്ട് അവളുടെ ബ്രദറിൻ്റെ കയ്യിൽ നമ്മളുടെ ജൂണിൻ്റെ കയ്യിലുണ്ടായിരുന്ന ടെലസ്കോപ്പ് ഇരിക്കുമായിരുന്നു. അവനത് നല്ലതുപോലെ വൃത്തിയാക്കുന്നത് കാണും. അപ്പോൾ നമ്മുടെ സോങ് ചോദിക്കും, ഇതെങ്ങനെയാണ് നിൻ്റെ കയ്യിൽ വന്നേ എന്ന്. അപ്പോൾ അവൻ പറയും, അതെനിക്ക് ജൂൺ തന്നെയാണ് തന്നത് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഡയറക്ടേഴ്സ് നമ്മുടെ സോങ്ങിനെ പറ്റി സംസാരിക്കുന്നതാണ്. അവളാണെങ്കിൽ ഇന്ന് ഷൂട്ടിന് വരുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവരാണെങ്കിൽ നമ്മുടെ സോങ്ങിനെ ഇതിൽ നിന്ന് പുറത്താക്കാനാണ് നോക്കുന്നത്. പെട്ടെന്ന് തന്നെ സിമി വന്നിട്ട് പറയും, എനിക്കും അവളെ ഇഷ്ടമല്ല, പക്ഷെ അവൾ നല്ലൊരു ആക്ട്രസ് ആണ്, അവളെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഡയറക്ടർമാർ അവളുടെ പുറകെയായിട്ട് നടക്കുന്നുണ്ട്, ഇവളെ ഈ ഷോയിൽ നിന്ന് പുറത്താക്കുവാണെങ്കിൽ ഞാനും ഈ ഷോയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയും. പെട്ടെന്ന് തന്നെ ഡയറക്ടർമാർ അവരുടെ വാക്കൊക്കെ മാറ്റി പറയും, ഞങ്ങൾ തമാശ പറഞ്ഞതാ എന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്ന സോങ് അവളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് വന്ന് നിന്ന് ഒരുപാട് കുടിച്ചു കിടന്ന് കരയുന്നതാ. അവൾ പറയും, ഞാൻ ജൂണിനെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞ് ചിരിക്കുകയും കരയുകയൊക്കെ ചെയ്യും. ഇവളുടെ ഫ്രണ്ടിനായിരുന്നാലും എങ്ങനെ അവളെ സമാധാനിപ്പിക്കണമെന്ന് അറിയത്തില്ലായിരുന്നു. അവിടെയായിട്ട് ആ സമയത്ത് നമ്മുടെ സിമി കയറി വരും. അവൾ ചോദിക്കും, സോങ്ങിന് എന്ത് പറ്റിയതാ എന്ന്. അപ്പോൾ അവളുടെ ഫ്രണ്ട് പറയാൻ തുടങ്ങും, ജൂൺ പോയതിൻ്റെ പേരിലാണ് അവളിപ്പോൾ ഇങ്ങനെ ആയത് എന്ന്. നമ്മുടെ സോങ് ആയിരുന്നാലും സിമി എടുത്ത് പറയും, നീ എൻ്റെ അടുത്ത് ജൂണിനെ പറ്റി എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമോ,
എനിക്ക് അവനെ പറ്റി കേൾക്കാൻ തോന്നും, ഞാൻ അവനെ എങ്ങനെയെങ്കിലും ഒന്ന് ഓർക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ ഭയങ്കര ഇമോഷണൽ ആവും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സോങ് ആണെങ്കിൽ അവളുടെ കട്ടിലിൽ കിടക്കും. പെട്ടെന്ന് തന്നെ അവൾക്ക് തോന്നും അവളെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ജൂൺ എത്തിയെന്ന്. യഥാർത്ഥത്തിൽ അവിടെ വന്നത് നമ്മളുടെ സിമി തന്നെയായിരുന്നു. ഇവളെ കാണുന്നത് നമ്മുടെ സോങ് പറയാൻ തുടങ്ങും. ഞാൻ വിചാരിച്ചു എന്നെ കാണാൻ വേണ്ടിയിട്ട് ജൂണാണ് എത്തിയത് എന്ന്. അവനെ കാണാതിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളെ ആയോളെങ്കിലും എനിക്കെന്തോ ഒരുപാട് വർഷമായതുപോലെയാണ് ഫീൽ ചെയ്യുന്നത് എന്നൊക്കെ അവൾ പറയും. ഇതൊക്കെ കേൾക്കുന്നത് സിമി അവളെ സമാധാനിപ്പിക്കും. അവള് പറയും, എന്തൊക്കെയായിരുന്നാലും ഈ ലൈഫ് നീ തന്നെ വേണ്ടേ ജീവിച്ച് തീർക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നിന്റെ ലൈഫ് മുമ്പിൽ കണ്ടിട്ട് നീ നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. അപ്പോൾ നീ അവനെ പറ്റിയുള്ള എല്ലാ ഓർമ്മകളിലും നിനക്ക് ജീവിക്കാനും പറ്റും, അതേപോലെ തന്നെ നിനക്ക് നിന്നെ നല്ലതുപോലെ നോക്കാനും പറ്റും എന്ന് പറയും. അങ്ങനെ നമ്മുടെ സോങ് ആണെങ്കിൽ ജൂണിൻ്റെ കൂടെ എവിടേക്കാണോ പോയിട്ടുള്ളത് ആ സ്ഥലങ്ങളിലെല്ലാം അവൾ ഒന്നുകൂടി ചെല്ലും. അങ്ങനെ കുറേ ദിവസം കടന്നു പോകും. അവസാനം നമ്മുടെ ജൂണ് ഈ ലോകത്തുനിന്ന് പോയിട്ട് 100 ദിവസമായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സോങ് ആണെങ്കിൽ ഒറ്റയ്ക്ക് നമ്മുടെ ജൂണിൻ്റെ കൂടെ എപ്പോഴും ഏത് റെസ്റ്റോറൻറ്റിലാണോ വരുന്നത് ആ ഒരു റെസ്റ്റോറൻറ്റിലായിട്ട് വന്നിരിക്കും അവനെ പ്രതീക്ഷിച്ച്. പെട്ടെന്ന് തന്നെ അവിടെ ഒരാൾ വന്നിരിക്കും. അത് വേറെ ആരുമല്ല, നമ്മുടെ ജൂൺ തന്നെയായിരുന്നു. അവൻ അവളെ നോക്കി ചിരിക്കും. ഇത് കാണുന്നേ നമ്മുടെ സോങ്ങിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വരാൻ തുടങ്ങും. യഥാർത്ഥത്തിൽ ഇതെല്ലാം അവളുടെ ഇമാജിനേഷൻ മാത്രമായിരുന്നു. അങ്ങനെ ഒരുപാട് സമയം കഴിയും. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ സോങ് ആണെങ്കിൽ ജൂണിൻ്റെ ഫ്രണ്ടിനെ വന്ന് മീറ്റ് ചെയ്യുന്നതാ. അവിടെയായിട്ട് നമ്മുടെ ജൂണിൻ്റെ ഫ്രണ്ട് പറയാൻ തുടങ്ങും, 2 ദിവസം മുന്നേ എനിക്കൊരു അനുഭവം ഉണ്ടായി. എന്തുവാന്ന് വെച്ചാൽ ഞാൻ ജൂണിൻ്റെ വീട്ടിൽ ആ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കാൻ നേരത്ത് പെട്ടെന്ന് ജൂണിൻ്റെ സൗണ്ട് കേട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ അവനെ ഒരു മിന്നായം പോലെ കണ്ടു എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ സോങ് പറയും, ആഹാ അപ്പോൾ എനിക്ക് മാത്രമല്ലല്ലേ ഹാലുസിനേഷൻ ഉള്ളത്, നിനക്കും ഉണ്ടല്ലേ. ഞാനാണെങ്കിൽ പേടിച്ചിട്ട് ഡോക്ടറിനെ വരെ കാണാൻ പോയിരുന്നു എന്ന് പറയും. അതിനുശേഷം കാണിക്കുന്ന നമ്മളുടെ സോങ്ങിൻ്റെ അനിയനാണെങ്കിൽ സോങ്ങിൻ്റെ അമ്മയടുത്ത് വന്നിട്ടൊരു ഫോട്ടോ കാണിച്ചിട്ട് പറയുന്നതാ, പുതിയൊരു സ്റ്റാറിനെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, അവിടെ ആൾതാമസം ഉണ്ടെന്നാണ് ഇപ്പോൾ റിസർച്ചേഴ്സ് എല്ലാം പറയുന്നത് എന്നൊക്കെ. അത് കഴിഞ്ഞ് കാണിക്കുന്ന കുറേ വർഷം കടന്നു പോകുന്നതാണ്. ഇപ്പം ഏകദേശം 3 വർഷം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ സെമിയുടെ പോസ്റ്റർ ഉണ്ടായിരുന്ന ആ ഒരു ഫ്ലെക്സ് ഇല്ലേ, അവിടെ പകരമായിട്ട് വീണ്ടും നമ്മളുടെ സോങ്ങിൻ്റെ പോസ്റ്റർ തന്നെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ സോങ്ങിൻ്റെ അനിയനും ഇപ്പോൾ ഭയങ്കര ഫേമസ് ആണ്. കാര്യം അവൻ പുതിയൊരു സ്റ്റാറിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ സോങ്ങിൻ്റെ അനിയൻ എൻ്റെ മാനേജറായിട്ട് നിൽക്കുന്നത് നമ്മുടെ സോങ്ങിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ആ പെണ്ണില്ലേ, അവള് തന്നെയാണ്. അവള് പറയും, നീ വേഗം തന്നെ വലുതാവണം എന്ന്, എന്നിട്ട് വേണം എനിക്ക് നിന്നെ എൻ്റെ പാർട്ട്ണറാക്കാനെന്ന് പറയും. അത് കഴിഞ്ഞ് കാണിക്കുന്നേ നമ്മുടെ സോങ് ആണെങ്കിൽ ഒരു ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു ലൊക്കേഷനിൽ വന്നിരിക്കുന്നേ. അവിടെയായിട്ട് നമ്മുടെ ജയിക്കോങ്ങും ഉണ്ടായിരുന്നു. അവൻ ഇവളുടെ കൂടെ സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അവൾ അവിടെയുള്ള ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലായിട്ട് നമ്മളുടെ ജൂണിനെ കണ്ടതുപോലെ തോന്നും. അവൾ വേഗം തന്നെ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ കയറിയിട്ട് പരതി നോക്കും അവൻ അവിടെ ഉണ്ടോ എന്നറിയാൻ വേണ്ടി. പെട്ടെന്ന് തന്നെ നമ്മുടെ ജയിക്കോങ് വന്നിട്ട് അവളെ അങ്ങ് കെട്ടിപ്പിടിക്കും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഒരു അവാർഡ് ഫംഗ്ഷൻ്റെ നൈറ്റാണ്. അവിടെ എല്ലാ സെലിബ്രിറ്റീസും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവസാനമായിട്ട് നമ്മുടെ സോങ്ങും വന്നിറങ്ങും. അവൾ നല്ല കിടിലൻ ഡ്രസ്സൊക്കെ ആയിട്ട് വന്ന് പോസൊക്കെ ചെയ്യും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ആൾക്കാർ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ അവിടുത്തെ ടൈം അങ്ങ് ഫ്രീസായി പോവും. അവൾക്കൊന്നും മനസ്സിലാവത്തില്ല. നമ്മുടെ സോങ് നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവളുടെ മുമ്പിലായിട്ട് നമ്മളുടെ ജൂൺ വന്ന് നിൽക്കും. ഉടനെ തന്നെ അവൻ പറയും, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇടരുത് എന്ന്. വേഗം തന്നെ അവനവൻ്റെ കോട്ട് എടുത്ത് നമ്മളുടെ ജൂണിൻ്റെ തോളിലായിട്ട് ഇട്ട് കൊടുക്കും. പെട്ടെന്ന് തന്നെ രണ്ടുപേരും കിസ് ചെയ്യുകയും ചെയ്യും. ഇത് കാണുന്നേ നമ്മളുടെ സോങ് ചോദിക്കും, നീ വരാൻ വേണ്ടി ഒരുപാട് ലേറ്റായി എന്ന്. അവിടെ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ട് കിസ് ചെയ്യുന്നേ പെട്ടെന്ന് തന്നെ സമയം വീണ്ടും ചലിക്കാനായിട്ട് തുടങ്ങും. ഇത് കാണുന്നേ എല്ലാവരും അവരുടെ ഫോട്ടോ എടുക്കും. എന്നാൽ നമ്മളുടെ സോങ്ങിൻ്റെ കണ്ണൊന്ന് ചിമ്മുന്നതും ആ സെക്കൻഡിൽ തന്നെ നമ്മളുടെ ജൂൺ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ജൂണും സോങ്ങും കൂടി ഒരിടത്തിരുന്ന് സംസാരിക്കുന്നതാണ്. അവിടെയായിട്ട് നമ്മളുടെ ജൂൺ പറയാൻ തുടങ്ങും, യഥാർത്ഥത്തിൽ ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സ്റ്റാറിലോട്ടല്ല പോയത്, പകരമായിട്ട് ഞാനൊരു ബ്ലാക്ക് ഹോൾ പോലത്തെ ഒരു സംഭവത്തിലാണ് പോയത്. അവിടെ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് എനിക്ക് ഏകദേശം 3 വർഷം എടുത്തു. യഥാർത്ഥത്തിൽ എനിക്കിപ്പോൾ എൻ്റെ പ്ലാനറ്റിലും ജീവിക്കാൻ പറ്റത്തില്ല, ഇവിടുത്തെ ഈ പ്ലാനറ്റിലും ജീവിക്കാൻ പറ്റത്തില്ല. രണ്ടിടത്തും എനിക്ക് ജസ്റ്റ് കുറച്ച് സമയത്തേക്ക് വന്നു പോകാൻ മാത്രമേ പറ്റത്തുള്ളൂ. യഥാർത്ഥത്തിൽ എൻ്റെ ആദ്യത്തെ ട്രൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സോങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിൽ വന്നത് തന്നെയായിരുന്നു. അതേപോലെ തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തും കണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് നോക്കി. അതും കുറച്ച് നേരത്തേക്കേ പറ്റിയുള്ളൂ. അതേപോലെ തന്നെയാണ് ഞാൻ ഇവളെ കാണാൻ വരുന്നത്. ഇവിടെയാണെങ്കിൽ രണ്ടുപേരും അവരുടെ ലൈഫ് നല്ലതുപോലെ ജീവിക്കാൻ തുടങ്ങും. നമ്മുടെ സോങ് ആയിരുന്നാലും ജൂണിൻ്റെ കൂടെ ബുക്കൊക്കെ വായിച്ചിട്ട് ആകാശത്ത് നോക്കി കിടക്കും. അവിടെ നമ്മളുടെ സോങ് പറയാൻ തുടങ്ങും, എനിക്ക് ഇതിൽ കൂടുതലൊന്നും വേണ്ട, എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെ പോകുന്നതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, എനിക്ക് ഇവൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്താൽ മതി, ഞാൻ ഇനി ഇവനെ അത്ര പെട്ടെന്നൊന്നും പോകാൻ സമ്മതിക്കത്തില്ല എന്ന്. എന്നാൽ അടുത്ത സെക്കൻഡിൽ തന്നെ നമ്മളുടെ ജൂൺ അവിടെ നിന്ന് മാഞ്ഞങ്ങ് പോവും. നമ്മുടെ സോങ് ആയിരുന്നാലും ആകാശത്ത് നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനൊരു എൻഡിങ്ങോട്
കൂടിയാണ് നമ്മുടെ ഈ സീരീസ് ഇവിടെ അവസാനിക്കുന്നത്. ഹാപ്പി എൻഡിങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര ഹാപ്പി എൻഡിങ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ സീരീസിനെ സംബന്ധിച്ച് നല്ലൊരു ലോജിക്കലായിട്ടുള്ളൊരു എൻഡിങ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ രണ്ട് ആക്ടേഴ്സിൻ്റെയും കരിയറിൽ തന്നെ ഒരു മൈൽ സ്റ്റോൺ ആയിട്ടുള്ളൊരു സീരീസാണ് കേട്ടോ ഇത്. 2013 റിലീസായതിൽ എല്ലാവരും ഒരേപോലെ അക്സെപ്റ്റ് ചെയ്ത ഒരു സൂപ്പർ നാച്ചുറൽ സീരീസ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനകത്ത് നിങ്ങളുടെ ഫേവറേറ്റ് ക്യാരക്ടർ ആരാന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു കിടിലൻ സീരീസ് ആയിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.